ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നെഞ്ചരിച്ചൽ. അന്നനാളത്തിനെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയുന്ന GRD എന്ന് പറയുന്ന ഒരു രോഗത്തെക്കുറിച്ച് വളരെ സാധാരണയായി നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രോഗാവസ്ഥ. നമസ്കാരം, ഞാൻ ഡോക്ടർ സമീർ സക്കീർ ഹുസൈൻ, കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് ആണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന നെഞ്ചരിച്ചൽ, ഇതിനാണ് ഹാർട്ട് ബേൺ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന അഥവാ ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് മെഡിക്കൽ ലാംഗ്വേജിൽ പറയുന്ന രോഗാവസ്ഥ. എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിൽ ഉണ്ടാകുന്ന ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ് അന്നനാളത്തിലേക്ക് തികട്ടി വന്ന് അന്നനാളത്തിൽ മുറിവുകൾ ഉണ്ടാക്കി, വിള്ളലുകൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ അൾസറുകൾ ഉണ്ടാക്കി ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയപ്പെടുന്ന രോഗാവസ്ഥ. ഇതിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു രോഗലക്ഷണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ നെഞ്ചരിച്ചൽ. അല്ലെങ്കിൽ ചില ആൾക്കാർക്കെങ്കിലും ഉണ്ടാകുന്ന പുളിച്ചു തികട്ടലാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു പുളിച്ച വെള്ളം ഒന്നെങ്കിൽ നെഞ്ഞത്തേക്കോ അല്ലെങ്കിൽ തൊണ്ടയിലേക്കോ വായിലേക്കോ വരുന്ന ഒരു രോഗലക്ഷണം. ഇത് കൂടാതെ എറ്റിപ്പിക്കലായിട്ട് ചില ആൾക്കാർക്കെങ്കിലും ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇറങ്ങാൻ പ്രയാസം ഉണ്ടാവുക. ഡിസ്ഫേജിയ എന്ന് പറയുന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അന്നനാളത്തിൽ കൂടെ ഇറങ്ങാൻ പ്രയാസം ഉണ്ടാകുന്ന ഒരു രോഗലക്ഷണം. നെഞ്ച് വേദന വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു കാര്യമാണ് നെഞ്ഞുവേദന. ഗ്യാസ് കാരണം കൊണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ രോഗാവസ്ഥ കാരണം കൊണ്ട് നെഞ്ഞുവേദന ഉണ്ടായി, അത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് വിചാരിച്ച് പലപ്പോഴും ഹോസ്പിറ്റലിലെത്തി ECG ഒക്കെ എടുത്ത് അതെല്ലാം നോർമലാണ്, ഗ്യാസിന്റെ ഗുളിക കഴിച്ചാൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞു വിടുന്ന ഒരു രോഗാവസ്ഥ. അതുകൂടാതെ ഉണ്ടാകുന്ന കാര്യമാണ് വായിൽ വെള്ളം പൊടിയുക, തൊണ്ടയിൽ എന്തോ കുടുങ്ങിക്കിടക്കുന്ന ഒരു ഫീലിംഗ്, അതിനാണ് ഗ്ലോബസ് സെൻസേഷൻ എന്ന് പറയുക. തൊണ്ടയിൽ എന്തോ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവുക, ഭക്ഷണം കഴിക്കുമ്പോൾ ഇറങ്ങാൻ പ്രയാസം ഉണ്ടാകുക. ഇതൊക്കെയാണ് ഈസോഫേജിയൽ, അത് അന്നനാളം കാരണം കൊണ്ട് ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ, GRD കാരണം കൊണ്ട് ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ. ഇത് കൂടാതെ ചില ആൾക്കാർക്കെങ്കിലും ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളാണ് ശ്വാസത്തിനൊരു തിങ്ങിച്ച, വീസം, വലിവ് പോലെ അനുഭവപ്പെടുക, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ചുമ ഉണ്ടാവുക, അതേപോലെ തന്നെ സംസാരത്തിൽ സൗണ്ടിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ ഈ GERD എന്ന് പറയുന്ന ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയുന്ന രോഗ അവസ്ഥയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സിംറ്റംസ് ആണ്, രോഗലക്ഷണങ്ങളാണ്. GRD കാരണം കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് പറയാം. ഒന്ന്, ബാരറ്റ്സ് ഈസോഫേഗസ് എന്ന് പറയുന്ന ഒരുപാട് സമയം ഈ ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലക്സ്, ഈ ഒരുപാട് ആമാശയത്തിലുള്ള ആസിഡ് അന്നനാളത്തിൽ ഡാമേജ് ഉണ്ടാക്കി കഴിഞ്ഞ് ഒരുപാട് സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ തൊലിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടായി ബാരറ്റ്സ് ഈസോഫേഗസ് എന്ന് പറയുന്ന രോഗാവസ്ഥ ഉണ്ടാക്കുക. ഇതിന്റെ പ്രാധാന്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പ്രീ ക്യാൻസറസ് സ്റ്റേജ് ആണ്, അതായത് ഒരു ക്യാൻസറിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുള്ള ഒരു രോഗാവസ്ഥയാണ് ഈ ബാരറ്റ്സ് ഈസോഫേഗസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് കാലം GRD ഉണ്ടായി കഴിഞ്ഞാൽ ഒരു കോംപ്ലിക്കേഷൻ ആണ് ബാരറ്റ്സ് ഈസോഫേഗസ്. രണ്ടാമത്തത് ഈസോഫേജിയൽ സ്ട്രിക്ചർ എന്ന് പറയും, അതായത് അന്നനാളം ചുരുങ്ങി പോവുക, അവസാന ഭാഗം ചുരുങ്ങി പോവുക, ഭക്ഷണം കഴിക്കുമ്പോൾ ഇറങ്ങി പോവാതിരിക്കുക, തടസ്സം അനുഭവപ്പെടുക, ഭക്ഷണം തികട്ടി വരിക. ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ഈസോഫേജിയൽ സ്ട്രിക്ചർ കാരണം കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. മൂന്നാമത്തത് വളരെ ലേറ്റർ സ്റ്റേജസിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ക്യാൻസർ, ഈസോഫേജിയൽ അഡിനോകാർസിനോമ എന്ന് പറയുന്ന രോഗാവസ്ഥ. ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ് കാരണം അതേപോലെ തന്നെ പ്രസന്റ് ചെയ്യാൻ സാധ്യതയുള്ള വേറെ ചില രോഗങ്ങളെ കുറിച്ച് സംസാരിക്കാം. ഒന്ന് അൾസറാണ്. വയറിലുണ്ടാകാൻ സാധ്യതയുള്ള അൾസറുകൾ ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസിനെ മിമിക് ചെയ്യാം. രണ്ടാമത്തത് ഗോൾ സ്റ്റോൺ ഡിസീസ്, അതായത് പിത്തസഞ്ചിയിലുള്ള കല്ലും കാര്യങ്ങളൊക്കെ വേദനകൾ നെഞ്ഞിലേക്കോ വയറിന്റെ വലതു ഭാഗത്തേക്കൊക്കെ വേദനകളായിട്ട് അനുഭവപ്പെടാം. അത് കല്ല് കാരണം കൊണ്ടുണ്ടാകുന്ന രോഗലക്ഷണങ്ങളായിരിക്കാം. മൂന്നാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഹാർട്ട് അറ്റാക്ക്, നെഞ്ഞുവേദന വരുമ്പോൾ പലപ്പോഴും ആൾക്കാർ വിചാരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന്, ആൻജൈനയെ മിമിക് ചെയ്യാം, ഹാർട്ട് അറ്റാക്ക് ആണെന്നുള്ള പ്രതീതി ഇത് സൃഷ്ടിക്കാം. അപ്പൊ ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ് എന്നുള്ള രോഗാവസ്ഥ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞ സമൂഹത്തിൽ. സാധാരണയായി ആഴ്ചയിൽ 2 ദിവസത്തിൽ കൂടുതൽ ഭക്ഷണം കഴിച്ചിട്ട് നെഞ്ചരിച്ചൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ഈ ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസിന്റെ സൂചനകളാണ്. എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെയിറ്റ് ലോസ് ആണ്. നിങ്ങൾ ഇപ്പൊ ഈ ഇടയായിട്ട് ഒരു 4-5 കിലോ കൂടിയിട്ടുണ്ടെങ്കിൽ അത് കുറക്കാൻ എന്തായാലും പരിശ്രമിക്കേണ്ടതാണ്. കാരണം വെയിറ്റ് ലോസ് ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലക്സിനെ കുറക്കും എന്നുള്ളത് പഠനങ്ങളിൽ തെളിയിച്ചൊരു കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഓവർ വെയിറ്റ് ആണെങ്കിൽ, ഓൾറെഡി നിങ്ങളുടെ BMI 25 മുകളിലാണെങ്കിൽ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെയിറ്റ് കുറക്കുക എന്നുള്ളതാണ്. വെയിറ്റ് കുറക്കാൻ 2 കാര്യങ്ങൾ, ഒന്ന് എക്സസൈസ് ആണ്, രണ്ടാമത്തത് ഭക്ഷണം കുറക്കുക, കാലറി ഇൻടേക്ക് കുറക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം ഏകദേശം ഒരു -500 കിലോ കാലറി ഡെഫിസിറ്റിൽ പോയി കഴിഞ്ഞാൽ വെയിറ്റ് കുറയും. അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ് കാരണം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധി വരെയൊക്കെ നല്ലൊരു രീതിയിൽ തന്നെ അത് കുറക്കാൻ സഹായിക്കും. രണ്ടാമത്തെ കാര്യം, ഈ രോഗനിർണയം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ് ഉണ്ട് എന്നുള്ളതും അതിന്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഹൈറ്റസ് ഹെർണിയ. ചില ആൾക്കാർക്കെങ്കിലും ഉണ്ടാകുന്ന കാര്യമാണ് ഹൈറ്റസ് ഹെർണിയ.
ഈ ഒരു വിഭാഗം ആൾക്കാർക്ക് സഹായിക്കുന്ന ഒരു കാര്യമാണ് കിടക്കുമ്പോൾ തലന്റെ ഭാഗം ഒന്ന് പൊക്കി കിടക്കുക എന്നുള്ളത്. അതായത് കട്ടിലിന്റെ തലഭാഗത്ത് ഒരു 6 to 8 ഇഞ്ചസ് കട്ടിയിലുള്ള ഒരു ബ്രിക്കോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് കട്ടിലൊന്ന് തലഭാഗം 6 to 8 ഇഞ്ച് പൊക്കി കിടന്നു കഴിഞ്ഞാൽ കുറേയൊക്കെ ഈ ഗ്യാസ്ട്രോഇസോഫേജൽ റിഫ്ലക്സ് ഡിസീസിന്റെ പ്രയാസങ്ങൾ കുറഞ്ഞു കിട്ടും. പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഭക്ഷണമാണ്. കൂടുതലായിട്ട് ഈ ഒരു സിംറ്റംസ്, നെഞ്ചരിച്ചിൽ കൂടുതൽ ഉണ്ടാക്കുന്ന ചില ഭക്ഷണങ്ങളുണ്ട്. കൂടുതലായിട്ട് കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ, വളരെ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നെഞ്ചരിച്ചിൽ വളരെ കൂടുന്നതായിട്ട് കാണപ്പെടാം. പിന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഭക്ഷണമാണ്. കൂടുതലായിട്ട് ചായ, കഫീനുള്ള കണ്ടന്റ് ഉള്ള സാധനങ്ങൾ കുടിക്കുക. കൂടുതലായിട്ട് ചായയോ കോഫിയോ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അതെന്തായാലും കുറക്കാം. 1-2 കപ്പ് ടീ ഓർ കോഫി ഈസ് ഓക്കെ. പക്ഷെ അതിലും കൂടുതലുണ്ടെങ്കിൽ അതും കൂടുതലായിട്ട് വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം കഴിയുന്നതും ഒഴിവാക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, കൂടുതലായിട്ട് കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ, കൂടുതലായിട്ട് സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തായാലും കുറയ്ക്കേണ്ടതാണ്. കാരണം അത് ലോവർ ഈസോഫേജിൽ, നമ്മൾ അന്നനാളത്തിന്റെ സ്ഫിങ്ക്ചർ അടിഞ്ഞിരിക്കേണ്ട ഭാഗം ഈ ഭക്ഷണം ചെന്ന് കഴിഞ്ഞാൽ അത് തുറക്കുകയും വയറിൽ കിടന്ന ആസിഡ് മുകളിലേക്ക് തികട്ടി വരികയും ഡാമേജ് ഉണ്ടാക്കുകയും അത് കാരണം കൊണ്ട് തന്നെ ഈ ഗ്യാസ്ട്രോഇസോഫേജൽ റിഫ്ലക്സ് ഡിസീസിന്റെ സ്റ്റേജ് മാറുകയും ചെയ്യാം. പിന്നെ ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ് ചോക്ലേറ്റ്സ്. കൂടുതൽ മധുരമുള്ള പദാർത്ഥങ്ങൾ കംപ്ലീറ്റ് ഒഴിവാക്കേണ്ടതാണ്. കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, കോള പോലത്തെ ഡ്രിങ്ക്സും ഒഴിവാക്കേണ്ടതാണ്. സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ രണ്ടും ഈ അസുഖത്തെ കൂട്ടും. അതുകൊണ്ട് തന്നെ അത് രണ്ടും ഒഴിവാക്കേണ്ടതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ ടൈറ്റ് ആയിട്ട് നമ്മൾ അരക്കെട്ടിൽ വളരെ ടൈറ്റ് ആയിട്ട് ഡ്രസ് ഫിറ്റിംഗ്സ് ഉപയോഗിക്കുക. അതായത് വലിയ ടൈറ്റ് ആയിട്ട് ബെൽറ്റ് ഉപയോഗിക്കുക. അടിവസ്ത്രങ്ങളൊക്കെ വളരെ ടൈറ്റ് ആയിട്ട് കെട്ടുന്ന ആ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ്. ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന കൂടുതലായിട്ട് ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഹോൾ ഗ്രെയിൻസ് കഴിക്കാൻ പറ്റും. ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാലും വെയിറ്റ് ലോസിനും സഹായിക്കും. നിങ്ങൾ ഗ്യാസ്ട്രോഇസോഫേജൽ റിഫ്ലക്സ് സിംറ്റംസിനെയും ഒരു പരിധിവരെയൊക്കെ സഹായിക്കും. എക്സസൈസ് ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡെയിലി 1 hour എക്സസൈസ്, എയറോബിക് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റും കുറയാൻ സഹായിക്കും. ഒരു പരിധിവരെ നിങ്ങൾ ഈ സിംറ്റംസും കുറക്കാൻ സഹായിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്താൽ ഒരു പരിധിവരെ നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ ഗ്യാസ്ട്രോഇസോഫേജൽ റിഫ്ലക്സ് ഡിസീസ് പറയുന്ന ഈ ഒരു അസുഖം നമുക്ക് കുറേയൊക്കെ തടയാൻ പറ്റും. എപ്പോഴാണ് നിങ്ങൾ ഒരു ഡോക്ടറെ കാണേണ്ടത്? വളരെ പെർസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഈ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടും നിങ്ങൾക്ക് പെർസിസ്റ്റന്റ് സിംറ്റംസ്, നിങ്ങൾക്ക് എന്നിട്ടും ഈ അവസ്ഥ ഉണ്ടെങ്കിൽ, രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ കാണേണ്ടതാണ്. നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗം ഗ്യാസ്ട്രോഇസോഫേജൽ റിഫ്ലക്സ് ഡിസീസ് തന്നെയാണോ അല്ല വേറെ എന്തെങ്കിലും ഇതിന്റെ കൂടെ ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടി ഒരു വിദഗ്ധ പരിശോധനയും ഒരു ഡോക്ടറെ കാണേണ്ടതുമാണ്. ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിന്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? നിങ്ങളെ സിംറ്റംസ്, നിങ്ങൾക്ക് എന്താണ് രോഗലക്ഷണങ്ങൾ എന്നുള്ളത് നിങ്ങളോട് ചോദിച്ചറിയുകയും ഒരു പ്രാഥമിക പരിശോധന നടത്തുകയും ആവശ്യം വന്നാൽ എൻഡോസ്കോപ്പി എന്ന് പറയുന്ന വളരെ നിസ്സാരമായ 3-5 മിനിറ്റ് കൊണ്ട് തീരാവുന്ന ഒരു പ്രൊസീജിയർ ചെയ്തു കഴിഞ്ഞാൽ ഈ രോഗാവസ്ഥ ഏത് സ്റ്റേജിലാണെന്നും, പല സ്റ്റേജസ് ഉണ്ട്, ABCD എന്ന് പറഞ്ഞ് A to D ഉള്ള സ്റ്റേജസ് ഉണ്ട്. ഇതിൽ ഏത് സ്റ്റേജ് ആണെന്നുള്ളതും ഇതിന് എന്താണ് പ്രതിവിധി എന്നുള്ളതും ഡോക്ടർ നിങ്ങൾക്ക് പറഞ്ഞു തരും. പ്രധാനമായിട്ടും ഇതിന് ചികിത്സാ രീതി പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ എന്ന് പറയുന്ന സാധാരണ ആയി കാണപ്പെടുന്ന പാൻറ്റപ്രസോൾ, റാബിപ്രസോൾ, എസോമിപ്രസോൾ എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ട ഒരു മരുന്നായിരിക്കും, ഒരു ഗുളികയായിരിക്കും നിങ്ങൾക്ക് മിക്കവാറും അഡ്മിനിസ്റ്റർ ചെയ്യാം. ഇത് കൂടാതെ നിങ്ങൾക്ക് അതിൽ കോംപ്ലിക്കേഷൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ മുഴകളോ തടിപ്പോ പാരസീസോഫേഗസോ ഉണ്ടെങ്കിൽ ഈ എൻഡോസ്കോപ്പിൽ കാണാൻ പറ്റും. അതിനനുസരിച്ച് അതിന്റെ ചികിത്സകളും ഈ ഒരു എൻഡോസ്കോപ്പി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാനും പറ്റും. ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗുളിക മാത്രം കഴിച്ചാൽ പോരാ. ഗുളിക എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്കെങ്കിലും നല്ലൊരു ഇംപ്രൂവ്മെന്റ് കാണപ്പെടാറുണ്ട്. പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുളിക നിർത്തുമ്പോൾ വീണ്ടും സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യും. അതിനുവേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വെയിറ്റ് ലോസ്, എക്സസൈസ് ആയാലും തലന്റെ ഭാഗം പൊക്കി കിടക്കുന്നതൊക്കെ നിങ്ങളെ ഒരുപാട് ഗുളിക നിർത്താൻ സഹായിക്കും. ഈ പറഞ്ഞ മോഡിഫിക്കേഷൻസിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ശതമാനം ആൾക്കാർക്കും നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. റിഫ്രാക്ടറി ആയിട്ട് മാറാത്ത രീതിയിൽ ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേറെ പല ചികിത്സാ രീതികളുമുണ്ട്. മെഡിക്കലായിട്ടുമുണ്ട്, സർജിക്കലായിട്ടുമുണ്ട്.